അവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേറൊന്നുമില്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാല് എല്ലാം പെട്ടെന്ന് മറക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാ. കാര്യം പറ. പറയാം. അച്ഛനും അമ്മയ്ക്കും വരുന്ന സമ്മതമാണെങ്കിൽ അതെനിക്ക് നടപ്പാക്കാനും പറ്റും. നീ പറഞ്ഞു മോളെ, നമുക്കിടയിൽ ഒരു കാര്യം പറയാൻ എന്തിനാ മുഖവര? ഇന്നലെ പുറത്തു പോയപ്പോഴേ നമ്മുടെ വാഴപ്പള്ളിയിലെ ജാനുവടുത്ത് എന്നോടൊരു കാര്യം ചോദിച്ചു. ജാനുവടുത്തിയുടെ 2 പേരക്കുട്ടികളുണ്ട്, അവരെ സംഗീതം പഠിപ്പിക്കാമോ എന്ന്. സത്യം പറഞ്ഞാ അതുവരെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വീട്ടിൽ അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികളൊക്കെ കിട്ടില്ലേ അച്ഛാ? അതിനിപ്പോ എന്താ സംശയം? മക്കളെ സംഗീതത്തിനും നൃത്തത്തിനും ചേർക്കുന്നത് ഇപ്പൊ ഫാഷനാക്കിയിരിക്കുന്ന കാലമല്ലേ? ആ പിന്നെ ആത്മാർത്ഥമായിട്ട് വരുന്നവരും ഇഷ്ടം പോലെ ഉണ്ട്. എന്നാ നമുക്ക് തുടങ്ങിയാലോ? അല്ല, അതാവുമ്പോ ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാലോ. എനിക്ക് പരിപൂർണ സമ്മത. അറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. പിന്നെ മോള് പറഞ്ഞില്ലേ എല്ലാം മറക്കാൻ ഇതൊരു നല്ല കാര്യമായിരിക്കും. അമ്മയ്ക്ക് അതുകൊണ്ടാ താല്പര്യം തോന്നിയത്. വരണെന്താന്നും പറയാത്തെ? വരുണിന്റെ അനുമതി ഇല്ലാതെ ഞാനൊന്നും തീരുമാനിക്കില്ല. എനിക്ക് സമ്മതം. ഞാനിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം. താൽക്കാലിക ആവശ്യങ്ങളൊക്കെ നടന്നു പോകാൻ നമുക്ക് പണം വേണം. അതിന് വേറെ മാർഗങ്ങളില്ല, അതുകൊണ്ടല്ലേ. അങ്ങനെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. വരുണൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് ചെയ്യാലോ. എങ്കില് അത് പ്രതീക്ഷിച്ചല്ല ഞാൻ സംഭവിച്ചത്. എടോ, സംഗീതം തനിക്ക് വരദാനമായിട്ട് കിട്ടിയ ഒന്നാ. തന്നെ ഒരു മികച്ച പാട്ടുകാരിയാക്കണം എന്നുള്ളത് തൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ തൻ്റെ അമ്മ തന്ന താൻ പഠിച്ച സംഗീതത്തിന്റെ മൂർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അതിന് പ്രാക്ടീസ് വേണം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ സംഗീതം തന്നോട് ഒട്ടിക്കിടക്കണം. അതിന് തിളക്കം കൂടും. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ തൻ്റെ അമ്മ പറഞ്ഞ സ്ഥാനത്ത് ഈ ലോകം ആദരിക്കുന്ന മഹാഗായികയായിട്ട് തന്നെ കൊണ്ടുപോയി നിർത്താൻ എനിക്ക് പറ്റണം. മോളെ, ഇതാ നിന്റെ ഭാഗ്യം. ഇതാണ് നീ ചെയ്ത പുണ്യം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ പങ്കാളിയായി കിട്ടണമെങ്കിൽ അതിനൊരുപാട് ഭാഗ്യം വേണം. എങ്കിൽ പിന്നെ എല്ലാം കൊണ്ടും നല്ലത് തന്നെയല്ലേ സംഭവിക്കുന്നത്. മോൾ അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചുറ്റുപാടൊക്കെ ഇറങ്ങിയിട്ട് എല്ലാരോടൊന്ന് പറയാം. പിന്നെ പതുക്കെ പതുക്കെ കേട്ടറിഞ്ഞ ആളുകൾക്ക് വന്നോളൂ.